ഹായ് ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജിജി. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ലേറ്റർ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് നേരുകയാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇത്രയും ലേറ്റായത്. നമുക്ക് 24-ാം തീയതി രാത്രി 11:30 ആരാധന. പിറ്റേ ദിവസം, അതായത് അടുത്ത ദിവസം 25-ാം തീയതി വെളുപ്പിന് 3 മണി വരെ പള്ളിയിലായിരുന്നു. നമുക്ക് പാട്ട് കുർബാനയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അച്ഛൻ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞവർക്കൊക്കെ അച്ഛൻ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുർബാന 1 മണിക്ക് മുമ്പേ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഫുള്ള് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. 5 പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉണ്ടായിരുന്നെല്ലാം നല്ല അടിപൊളിയായിരുന്നു. സന്തോഷത്തിന്റെ നാളുകൾ. ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ്. ഈ ക്രിസ്മസും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല നാളുകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാംസ് എല്ലാം നടത്തിയത്. നമ്മൾ ചെയർ എല്ലാം സെറ്റ് ചെയ്ത ശേഷം അവിടെ വെച്ച് നടത്തി. പ്രോഗ്രാംസിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ക്രിസ്മസ് പാപ്പയൊക്കെ വിളിച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്തു. പ്രോഗ്രാംസിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഗിഫ്റ്റൊക്കെ കൈമാറുമായിരുന്നു. ഈ ക്രിസ്മസിന് എല്ലാവരും ചെയ്യുന്നതല്ലേ, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. സാധാരണ നമ്മൾ എല്ലാ വട്ടവും നമ്മൾ നേരത്തെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് നറുക്കിട്ടെടുത്ത് അങ്ങനെയാണ് ഗിഫ്റ്റ് ആ ഡേ കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലാതെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സ്പോട്ടിൽ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പേരുകളെല്ലാം കൂടെ എഴുതി ഒരു ബൗളിനകത്ത് ഇട്ടിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. അയാൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഈ വർഷത്തെ ക്രിസ്മസിന് നമ്മൾ എല്ലാത്തിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഒരു കാര്യം കൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരേ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണമെന്നുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ലാവൻഡറാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞത് ക്രിസ്മസിന് തൊട്ട്, അതായത് 3 ദിവസം മുമ്പ് വെച്ചിട്ടാണ് നമ്മളത് അനൗൺസ് ചെയ്യുന്നത് തന്നെ. എല്ലാവരും ക്രിസ്മസിന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളവരെല്ലാവരും തന്നെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും ഇട്ടിരുന്നെങ്കിൽ ഒരു ഭംഗി തന്നെ ആയിരുന്നു. ഞാൻ ലാവൻഡറിലുള്ള ഫ്രോക്കാണ് ഇട്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേർക്ക് അച്ഛൻ്റെ കൂടെ നിന്നൊരു പാട്ടുണ്ടായിരുന്നു. അച്ഛൻ സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേര് ചേർന്ന് ലാവൻഡറിൻ്റെ മെറ്റീരിയൽ എടുത്ത് അത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രോക്കായിരുന്നു കേട്ടോ നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാട്ടും ഡാൻസും അങ്ങനെ എല്ലാ കലാപരിപാടികളും തീർന്ന ശേഷം നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ലാസ്റ്റിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് എല്ലാം കളിച്ചു. എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മ്യൂസിക് ഞാൻ കട്ട് ചെയ്യുന്നത് കാരണം കോപ്പിറൈറ്റ് അടിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഈ പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മ്യൂസിക് കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇതിൻ്റെ സൈഡിൽ വെള്ളച്ചാട്ടമൊക്കെ വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കരോളിന് 23-ാം തീയതി വരെ നമുക്ക് കരോളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 11-11:30 ആവും. അപ്പോൾ പിറ്റേ ദിവസം ജോലിക്കൊക്കെ പോകുന്ന ചേട്ടന്മാരൊക്കെയാണ് നിന്ന് ചെയ്യുന്നത്. അവർ ഇത്രയും ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്. വളരെ കുറഞ്ഞ ടൈമിൽ
അവർ ഇത്രയും അടിപൊളിയായിട്ട് ഈ പുൽക്കൂടിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ. അത്രയ്ക്കും നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പള്ളിയിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് വണ്ടിയിൽ പോവുകയാണ് ഗൈസ്. വണ്ടിയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിവിടെ ക്രിസ്മസ് പാപ്പയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തിരുന്നു. പിന്നെ നമ്മൾ നേരെ ജംഗ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അവിടെയും ഉണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പയും ഉണ്ടായിരുന്നു, ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ക്രിസ്മസിന് മാത്രമല്ലേ പുൽക്കൂട് വയ്ക്കുള്ളൂ. ഞാൻ എല്ലാം ക്രിസ്മസ് എന്ന് പറഞ്ഞതുകൊണ്ട് താനേ അങ്ങ് വന്നു പോയതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റിൻ്റെ മേളിലിരുത്തിയ ക്രിസ്മസ് പാപ്പ ഈ പ്രാവശ്യം കുറച്ച് പൊസിഷൻ ചേഞ്ച് വരുത്തി താഴോട്ടാക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വളരെ ആവശ്യമാണ്. വൺസ് അഗൈൻ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ലവ് യു ആൻഡ് ബൈ.